ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം നെതന്യാഹു യുഎസിലേക്ക് നടത്തിയ 5ാമത്തെ സന്ദർശനമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ട്രംപിൽ നിന്ന് ഇളവുകൾ നേടിയെടുത്ത് തന്റെ ആഭ്യന്തര രാഷ്ട്രീയ പങ്കാളികളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി എന്നായിരുന്നു. എന്തൊക്കെയാണ് ഈ ഇളവുകൾ? ഗസ സ്ഥിരതാ സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്താതിരിക്കുക, ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക അനുമതി നൽകുക എന്നിവയാണ് പ്രധാനം. ഹമാസിനും ഇറാനും കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രംപ്. എന്നാൽ മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളും നേടിയെടുക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസ സ്ഥിരതാ സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട നെതന്യാഹുവിനോട് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാനുമായുള്ള തന്റെ നല്ല ബന്ധത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ട്. ഇറാൻ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടലിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ട്രംപ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഏകപക്ഷീയമായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനെതിരെ ഇസ്രായേലിന് ട്രംപ് ഗ്രീൻ ലൈറ്റ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഡിസംബർ 29-നാണ് ഫ്ലോറിഡയിലെ മാരിലാഗോ റിസോർട്ടിൽ നെതന്യാഹു ട്രംപുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ഗസയിലെ യുദ്ധവിരാമ പദ്ധതിയുടെ 2ാം ഘട്ടം, ഹമാസിന്റെ നിരായുധീകരണം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ടകൾ. ഗസയിൽ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇപ്പോഴും തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കണമെന്നും ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നുമാണ് ട്രംപിന്റെ 20 ദിന പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നെതന്യാഹു ഈ പദ്ധതിയിൽ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് ഗസയെ സൈനിക മുക്തമാക്കുന്ന നിർദ്ദേശത്തിൽ. ട്രംപിനെ കാണുന്നതിന് മുൻപ് നെതന്യാഹു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെയും കണ്ടിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ട്രംപും നെതന്യാഹുവും പരസ്പരം പ്രശംസിക്കുന്ന തിരക്കിലായിരുന്നു. നെതന്യാഹുവിനെ യുദ്ധകാല നേതാവെന്നും ഇസ്രായേലിന്റെ രക്ഷകനെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് വിളിച്ചായിരുന്നു നെതന്യാഹുവിന്റെ പുകഴ്ത്തൽ. ഹമാസിനോട് ആയുധം വെടിയണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് അല്ലെങ്കിൽ അവർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ഭാഗം പാലിച്ചുവെന്നും ഹമാസ് അത് നിർവഹിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ആശങ്കയില്ല, മറ്റുള്ളവർ ചെയ്യുന്നതോ ചെയ്യാത്തതോ ആണ് പ്രശ്നമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഗസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് എത്രയും വേഗം കടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര സേനയെ ഗസയിൽ വിന്യസിക്കുന്നതടക്കമുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടും. ഒക്ടോബറിൽ ട്രംപിന്റെ മധ്യസ്ഥതയിലുണ്ടാക്കിയ കരാർ പ്രകാരം ആദ്യഘട്ടം പൂർത്തിയാക്കാത്തതിനാലാണ് 2ാം ഘട്ടം വൈകുന്നത്. അവസാന ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹം ഹമാസ് തിരികെ നൽകാത്തതാണ് പ്രധാന തടസ്സമെന്നാണ് പറയുന്നത്. ഗസയിലെ അവസാന ബന്ദിയായ റാൻ ഗുലിയുടെ മൃതദേഹം വിട്ടു നൽകണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടു. ഗുലിയുടെ മാതാപിതാക്കൾ നെതന്യാഹുവിനൊപ്പം ഫ്ലോറിഡയിലെത്തിയിരുന്നു. നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ തുർക്കി സേനയെ ഗസയിൽ വിന്യസിക്കാനുള്ള സാധ്യതയും ചർച്ചയായി. സിറിയയുമായുള്ള അതിർത്തി സമാധാനപരമാക്കാനുള്ള ഇസ്രായേലിന്റെ താൽപര്യവും ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട്. പുതിയ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുമായി ഇസ്രായേൽ നല്ല ബന്ധം പുലർത്തുമെന്ന പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവെക്കുന്നത്. ഇറാന്റെ ആയുധ പദ്ധതികളെക്കുറിച്ചും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂണിൽ നടന്ന വൻ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് ട്രംപ് ആരോപിച്ചു. അവരത് ചെയ്താൽ ഞങ്ങളത് കൃത്യമായി അറിയും. ഇന്ധനം പാഴാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് B-2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു. ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ പുനരാരംഭിക്കുകയാണെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് ആവർത്തിച്ചിട്ടുണ്ട്. 5 പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നും അതിൽ 3 എണ്ണത്തിൽ ധാരണയായെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇതിനിടെ ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ട ഇസ്രായേൽ വിദ്യാഭ്യാസ മന്ത്രി യോവ് കിഷ് ഇസ്രായേലിന്റെ ഉന്നത ബഹുമതി ട്രംപിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഇസ്രായേലി അല്ലാത്ത ഒരാൾക്ക് ഈ പ്രൈസ് ലഭിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2026-ൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ട്രംപിന് ഇസ്രായേൽ പ്രൈസ് നൽകുമെന്ന് യോവ് കിഷ് അറിയിച്ചു. അപ്രതീക്ഷിതവും വലിയ ബഹുമതിയും എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ ഉപദേശകർ ഗസയിലെ നെതന്യാഹുവിന്റെ നടപടികൾ അസംതൃപ്തരാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ യുദ്ധവിരാമ ലംഘനമാണെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പരസ്യമായി നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് തുടരുകയാണ് ട്രംപ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗസയിൽ ഇപ്പോഴും ശാശ്വത സമാധാനം എന്നത് അകലെയാണ്. ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 100 കണക്കിന് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്.